വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന്റെ ഈറോഡ് നടത്തുവാൻ നിശ്ചയിച്ച റാലിക്ക് പോലീസ് അനുമതി നിഷേധിച്ചു. ഡിസംബർ 16-ന് ഈറോഡ് നടത്താൻ നിശ്ചയിച്ച റാലിക്കാണ് പോലീസ് അനുമതി നിഷേധിച്ചത്. ഈറോഡ് പെരുന്തുറൈ റോഡിലെ ഗ്രൗണ്ടിൽ റാലി നടത്താനായിരുന്നു പാർട്ടി അനുമതി തേടിയത്. എന്നാൽ സ്ഥലം സന്ദർശിച്ചതിന് പിന്നാലെ പോലീസ് സൂപ്രണ്ട് എ സുജാത അനുമതി നൽകാനാവില്ലെന്ന് അറിയിക്കുകയായിരുന്നു. 70,000 പേരെ പ്രതീക്ഷിക്കുന്നതായാണ് TVK അറിയിച്ചത്. വൻ ജനക്കൂട്ടമുണ്ടാകുമെന്നതും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മതിയായ സ്ഥലമില്ല എന്നതും പരിഗണിച്ചാണ് അനുമതി നിഷേധിച്ചത്. ആദ്യം റോഡ് ഷോ നടത്താനായിരുന്നു TVK പദ്ധതിയിട്ടത്. പിന്നീട് ഇത് സ്വകാര്യ സ്ഥലത്ത് നിയന്ത്രണങ്ങളോടെയുള്ള റാലിക്കായി മാറ്റി അനുമതി തേടുകയായിരുന്നു. TVKയിൽ ചേർന്ന മുൻ AIADMK മന്ത്രി സെങ്കോട്ടയ്യന്റെ ശക്തി കേന്ദ്രമാണ് ഈ റോഡ്. തന്റെ ജനപിന്തുണ കാണിക്കാനുള്ള അവസരമായാണ് ഈ റോഡിൽ സെങ്കോട്ടയ്യന്റെ നേതൃത്വത്തിൽ TVK റാലിക്ക് ഒരുങ്ങിയത്. ഡിസംബർ 9-ന് വിജയ് പുതുച്ചേരിയിൽ റാലി നടത്തുന്നുണ്ട്. ഇതിനായി പുതിയ നിബന്ധനകൾ പോലീസ് നൽകിയിരിക്കുകയാണ്. പങ്കെടുക്കുന്നവരുടെ എണ്ണം, അതിർത്തി നിർണയം എന്നിവയിലാണ് പ്രധാനമായും നിയന്ത്രണം. കരൂർ ദുരന്തത്തിന് ശേഷം പാർട്ടി നടത്തുന്ന ആദ്യ റാലിയാണിത്. കരൂർ ദുരന്തത്തിന് ശേഷമാണ് റാലികൾക്കും പൊതുയോഗങ്ങൾക്കും തമിഴ്നാട് പോലീസ് കർശന ഉപാധികൾ കൊണ്ടുവന്നത്. സെപ്റ്റംബർ 27-ന് വൈകിട്ടായിരുന്നു രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായത്. TVKയുടെ പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 41 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നിശ്ചയിച്ചതിലും 6 മണിക്കൂർ വൈകിട്ട് 7 മണിയോടെയായിരുന്നു വിജയ് പരിപാടിക്ക് എത്തിയത്. ഈ സമയം അത്രയും ഭക്ഷണവും വെള്ളവുമില്ലാതെ ആളുകൾ കാത്തുനിന്നു. വിജയ് പ്രസംഗം ആരംഭിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ തളർന്നു തുടങ്ങി. സ്ഥലത്തുണ്ടായിരുന്ന പോലീസും TVK പ്രവർത്തകരും അടക്കമുള്ളവർ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യ ദിനം 38 പേരായിരുന്നു മരിച്ചത്. പിന്നീട് 3 പേരുടെ മരണം കൂടി സ്ഥിരീകരിക്കുകയായിരുന്നു.